2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടം മലയാള സിനിമയെ ദിലീപ് എന്ന നടൻ ഭരിച്ചിരുന്ന കാലഘട്ടം. തന്റെ അഭിനയ മികവ് കൊണ്ട് ദിലീപ് എന്ന നടൻ മലയാള സിനിമയുടെ ജനപ്രിയ നായകനാവുന്ന കാലഘട്ടം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രൈം ദിലീപ്. അപ്പം എല്ലാവർക്കും വെൽക്കം. എന്തുകൊണ്ടാണ് ദിലീപ് എന്ന നടൻ 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയെ ഭരിച്ചിരുന്നു എന്നതിന് ഒരു ഉത്തരവേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ ആളുടെ എത്ര ഹിറ്റുകൾ തന്ന മറ്റൊരു നടനില്ലെന്നുള്ളതാണ് സത്യം. ഈവൻ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും വരെ ഹിറ്റുകളുടെ എണ്ണത്തിൽ ദിലീപ് എന്ന നടന്റെ താഴെയാണ്. ആ ഒരു 10 വർഷം കൊണ്ട് പുള്ളിയുടെ പേരിലുള്ളത് 32 ഹിറ്റുകളാണ്. ആ ടൈമിൽ പുള്ളി ചെയ്ത പടങ്ങളൊക്കെ TV-യിൽ ഇന്ന് വന്നാലും നമ്മളിരുന്ന് കാണും. അതാണ് ദിലീപ് എന്ന നടന്റെ പടങ്ങളുടെ റിപ്പീറ്റ് വാല്യൂ. മീശ മാധവൻ, കല്യാണരാമൻ, CID മൂസ, ഈ പറക്കും തളിക പോലെ അത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളൊക്കെ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കോമഡി റോൾസ് മാത്രമല്ല, ഇമോഷണൽ ക്യാരക്ടേഴ്സ്, അതായത് ഓഡിയൻസിന് വളരെയധികം കണക്റ്റ് ആവുന്ന രീതിയിൽ ഇമോഷണൽ റോൾസും ദിലീപ് എന്ന നടൻ വളരെ കിടിലമായിട്ടായിരുന്നു. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2000-ൽ പുറത്തിറങ്ങിയ ജോക്കർ എന്ന സിനിമ കണ്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്, മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വെർസറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദിലീപ് എന്ന നടൻ അതിൽ ഉറപ്പായിട്ടും കാണും. അതായത് കോമഡി ആയിക്കോട്ടെ, ഇമോഷണൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഈവൻ മലയാളത്തിലെന്നല്ല മറ്റേത് ഭാഷയിൽ പോലും വാരി ചെയ്യാൻ മടിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ ആന്തുവൊട്ട്, കുഞ്ഞിക്കൂനം, പച്ചക്കുതിരയിലെ പോലത്തെ ക്യാരക്ടേഴ്സൊക്കെ മറ്റാർക്കും പുള്ളി ചെയ്തേക്കുന്നില്ല ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ തന്നെ കുഞ്ഞിക്കൂനം മറ്റു ഭാഷകളിലൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ റീമേക്കുകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിലീപ് എന്ന നടൻ എന്താണ് ചെയ്തു വെച്ചതെന്നും റീമേക്കുകളിൽ നിങ്ങൾ കണ്ടതെന്നാണെന്നും. അതുപോലെ തന്നെ ചാന്തോട്ടിന്റെ ഒക്കെ റൈറ്റ്സ് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി വിറ്റുപോയതാണ്. പക്ഷെ പിന്നീട് അതൊന്നും ഒരു സിനിമയായി മാറിയില്ല. കാരണം മറ്റൊന്നുമല്ല, ദിലീപ് എന്ന നടൻ ചെയ്തു വെച്ചേക്കുന്നതിന്റെ പകുതി പോലും മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട 2 കിടിലം വേറെ പടങ്ങളുണ്ട്, റൺവേയും കൊച്ചി രാജാവും. ഇതിൽ റൺവേയിലെ വാളർ പരമശിവ എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ മിക്ക ആൾക്കാരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഈവൻ എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതുപോലത്തെ കിടിലം ക്യാരക്ടേഴ്സും കിടിലം പടങ്ങളും ചെയ്തോടെ പുള്ളി മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി മാറി. അതുപോലെ തന്നെ പുള്ളിക്കൊരു വലിയ ഫാൻ ബേസും വലിയൊരു ഫാമിലി ഓഡിയൻസും പുള്ളിയുടെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറെ പ്രേക്ഷകരെ പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഇതായിരുന്നു പുള്ളിയുടെ ഇപ്പോൾ ഒരു പ്രൈം ടൈം എന്ന് പറയേണ്ടത്. ഈ ഒരു ടൈമിൽ പുള്ളി വേറെ കുറെ കിടിലം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. രസികൻ, തിളക്കം, വെട്ടം, പാണ്ടിപ്പട, സ്പീഡ് ട്രാക്ക്, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും പുള്ളി ചെയ്തിട്ടുണ്ട്. ദിലീപ് എന്ന നടനെ കുറിച്ച് നമ്മൾ പറയുമ്പം ആളുടെ കൂടെ തന്നെ എടുത്തു പറയേണ്ട വേറെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. ഹരിശ്രീ അശോകൻ, സലീം കുമാർ, ഇന്നസെന്റ്, ഇവരെല്ലാവരും കൂടി കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്ന സീൻസ് ഒക്കെ അത്ര കിടിലമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ദിലീപ് എന്ന നടൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്പോട്ട് ഇംപ്രൈസേഷന്റെ ഒരു കിങ് തന്നെയാണ്. ആളും ഇവരുടെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്ന ഓരോ സാധനവും അത്രയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, ഇനി അപ്പം നമുക്ക് കുറച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് 2010-ന് ശേഷം തൊട്ട് ഒരു 2025 വരെയുള്ള കാര്യങ്ങൾ. അതായത് 2010-ന് ശേഷം പുള്ളി കുറേ കിടിലം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 2011-ൽ പുള്ളി 2 മൾട്ടി സ്റ്റാർ പടം ചെയ്തു, ചൈന ടൗണും ക്രിസ്ത്യൻ ബ്രദേഴ്സും. അതുകൂടാതെ വേറെയും കുറേ പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ 2000 മുതൽ 2010 വരെയുള്ള അത്ര ഡോമിനൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എങ്കിൽ പോലും കുറേ കിടിലം പടങ്ങളുണ്ട്. അതായത് സ്പാനിഷ് മസാല, മിസ്റ്റർ മരുമകൻ, മൈ ബോസ്, സൗണ്ട് തോമ, റിംഗ് മാസ്റ്റർ, ലൈഫ് ഓഫ് ജോസൂട്ടി, 2 കൺട്രീസ്, കിങ് ലയർ, ഇതെല്ലാം അടിപൊളി പടങ്ങൾ തന്നെയായിരുന്നു. ഇതെല്ലാം ഹിറ്റ് പടങ്ങളുമായിരുന്നു. പിന്നീട് 2017 ആണ് പുള്ളിയുടെ ഒരു ഡൗൺഫോളിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതായത് നടിയെ ആക്രമിച്ചു എന്ന കേസ് വന്നപ്പോൾ അത് പുള്ളിയുടെ കരിയറിനെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ആളുടെ ഒരു വലിയ ഹ്യൂജ് ഫാമിലി ഓഡിയൻസിനെ തന്നെ ആൾക്ക് നഷ്ടപ്പെട്ടു. ഈവൻ ദോ ആ കേസ് ഇപ്പോഴും പ്രൂവൺ അല്ല, എങ്കിൽ പോലും ആ ഒരു അക്യൂസേഷൻ തന്നെയാണ് പുള്ളിയുടെ ഡൗൺഫോളിൻ്റെ മെയിൻ റീസൺ. ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പടം ഇറങ്ങി, രാമലീല. അതും ഭയങ്കര ഹിറ്റായി, പുള്ളിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റായി മാറിയത്. പിന്നീട് ഇറങ്ങിയ കമ്മാര സംഭവമൊക്കെ ഇപ്പം കറണ്ട് ഒരു കൾട്ട് സ്റ്റാറ്റസ് ഒക്കെയാണ് ആ പടത്തിനുള്ളത്. പക്ഷേ അതൊരു ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് ഇറങ്ങിയ ബാന്ദ്ര, തങ്കമണി, പവി കെയർ ടേക്കറൊക്കെ ആവറേജ് റെസ്പോൺസ് പോലും നേടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഇതിനൊക്കെ വളരെയധികം മോശമായ രീതിയിൽ തന്നെ ആൾക്ക് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് പറ്റിയ വേറൊരു പ്രശ്നമാണ് കാലത്തിനൊത്ത ആൾ സഞ്ചരിച്ചില്ലെന്നുള്ളത്. അതായത് പുള്ളിയുടെ പഴയ പടങ്ങളിൽ പുള്ളി ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന തമാശകൾ പുള്ളി വീണ്ടും അത് പുതിയ പടങ്ങളിൽ ചെയ്യാൻ നോക്കി. അതൊന്നും വർക്കൗട്ട് ആയില്ലെന്ന് മാത്രമല്ല, അതൊക്കെ ആൾക്കാർ പോയിന്റ് ഔട്ട് ചെയ്ത് വിമർശിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയ ആളുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പടം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടി തിയേറ്ററിൽ കറൻ്റ്ലി റണ്ണിങ് ആണ്. ഇതൊന്നും അല്ല, വേറൊരു പടം പുള്ളിയുടെ വരാനിരിക്കുന്നുണ്ട്, ഗോകുല സിനിമാസിന്റെ ബാനറിൽ വരുന്ന ബബ്ബപ്പ. ശരിക്കും ആളുടെ കരിയറിലെ മോസ്റ്റ് അവൈറ്റഡ് പടം എന്ന് പറയാൻ കാരണം പുള്ളിയുടെ ഒരു ഡൗൺഫോളിന് ശേഷം ഇത്ര ഒരു ബിഗ് ബഡ്ജറ്റ് പടം വരുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു പടമായി മാറട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.